പ്രിയപ്പെട്ട ഇടവക്കാരെ, മറ്റ് സുഹൃത്തുക്കളെ, കേവലം 12 പേര് കൂടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ട്രസ്റ്റ്. ചെറിയ പള്ളിയായിട്ട് യാതൊരു വിധ ബന്ധം അതിന് ഇല്ല. എന്താണ് പിന്നെ ബന്ധമുള്ളത്? പള്ളിയുടെ മുഴുവൻ സ്വത്തുക്കളും ഡീഡായിട്ട്, അല്ലെങ്കിൽ പാട്ടമായിട്ട്, അല്ലെങ്കിൽ ലീസായിട്ട് ഇവർക്ക് 40 വർഷത്തേക്ക് അവർ എഴുതി മേടിച്ചിരിക്കുകയാണ്. എഴുതി കൊടുത്തവർക്ക് യാതൊരുവിധ അവകാശവും ഇല്ല എഴുതി കൊടുക്കാൻ. എഴുതി വാങ്ങിയവർ ഇത് മനഃപൂർവ്വം എഴുതി മേടിച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇടവക്കാരായ നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും നിങ്ങളെ വഞ്ചിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇതിൻ്റെ അംഗങ്ങളാണെന്ന് അവർ പറയുകയാണ്. സത്യത്തിൽ നിങ്ങൾ ഇതിൻ്റെ അംഗങ്ങളാകില്ല. ഞാനൊരു 2-3 ഉദാഹരണം പറയാണ്. കോതമംഗലത്തെ KP ചാക്കോ, KP വർക്കി ആൻഡ് സൺസ് എന്ന് പറയുന്ന സ്വർണ്ണക്കട നിങ്ങൾ അറിയുമായിരിക്കുമല്ലോ. ഒരു പഴയ കട പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വല്ല അവകാശമുണ്ടോ? ചെറുള്ളി ഇടവക്കാർക്ക് എന്തെങ്കിലും അവകാശം ആ കടയിലുണ്ടോ? ഒരവകാശവും ഇല്ല, യാതൊരുവിധ അവകാശവുമില്ല. ഇനി KK ഏലിയാസ് ആൻഡ് സൺ എന്ന് പറയുന്ന ഒരു പലചരക്ക് കട, ഇടവക്കാരനാണ്, കരിങ്കുറ്റിപ്പുറം നമ്മുടെ KK ജോസ്ഫിയുടെ ചേട്ടനാ അദ്ദേഹം അവിടെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നുണ്ട് ടൗണിൽ. ആ കച്ചവടത്തിൽ നിങ്ങൾക്ക് അവകാശം വേണം എന്ന് പറഞ്ഞാൽ കരിങ്കുറ്റിപ്പുറം ഏലിയാസ് ചേട്ടൻ നിങ്ങൾക്ക് തരില്ല. അത് അയക്കടെ പ്രൈവറ്റ് സ്വത്താണ്. ഇനി സുരുമേൽ ടെക്സ്റ്റൈൽസ്, ഇടവക്കാരൻ തന്നെ പറയാം, ഇടവക്കാരൻ്റെ കച്ചവടം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ. നമ്മുടെ സുരുമേൽ ഷിബുവിൻ്റെയും ഒക്കെ അത് നിങ്ങൾ അവകാശം പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ സുരുമേൽ ഷിബു എന്ത് ചെയ്യുമെന്നറിയാമോ? സുരുമേൽ ഷിബുവിൻ്റെ സ്വഭാവം ചിരിക്കുന്ന സ്വഭാവം മാത്രമല്ല, കുത്തു കൊടുക്കണ സ്വഭാവവും ഷിബുവിനുണ്ട്. അങ്ങോട്ട് ചെന്നാൽ മതി അവകാശം പറഞ്ഞുകൊണ്ട്. മര്യാദ കേട്ട ഒരു കാര്യം പറയണ്ട, തുണി മേടിക്കാൻ വന്നവൻ തുണി മേടിച്ചുകൊണ്ട് പൊക്കോളണം, അതിൻ്റെ പൈസയും കൊടുത്തിട്ട്. അത്രേ ഉള്ളൂ. ഇനി മദ്യഷാപ്പ് നടത്തുന്നുണ്ട് ഇടയ്ക്കാട്ടൂടി. നമുക്ക് മദ്യത്തെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ബാറ് നടത്തുന്നുണ്ട്. ആ ബാറിൽ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ ചെന്ന് കള്ളു കുടിക്കാൻ ചെന്ന് കഴിഞ്ഞാലേ അവിടെ നല്ല കുത്തു വരാൻ പറ്റിയ ആൾക്കാരെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവർ പിടിച്ച് കുത്തും. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് ഈ ട്രസ്റ്റും ഇടവക്കാരും തമ്മിലുള്ള ബന്ധം. ഞാനൊരു 3-4 ഉദാഹരണം പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. യാതൊരുവിധ ബന്ധവും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങളെ കൊണ്ട് ഒപ്പിടിച്ച് മേടിച്ചേക്കണം വൻ ചതിയാണ്. വൻ ചതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ എഴുതി മേടിച്ചിരിക്കുന്ന സ്വത്തുക്കളിൽ ഒരു ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇടവക്കാരായ നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട് മേടിച്ചു എന്നുള്ള കൃത്രിമമായ ചില രേഖകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. വക്കീലിനെ കണ്ട് അത് രഹസ്യം അവർ പറയില്ല. ഞങ്ങൾ പഠിച്ച പണി 18 നോക്കി അതൊക്കെ നോക്കാൻ. എന്ത് കഴിഞ്ഞാലും കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുക. വിവരാവകാശം അനുസരിച്ച് പോലും സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. അത് പ്രൈവറ്റ് ട്രസ്റ്റിന്റെ രേഖകൾ തരാൻ പാടില്ല എന്ന് അവർ പറയണത്. എന്ത് ചെയ്യും? പറ, നിങ്ങൾ പറ. അപ്പൊ ഇതുപോലെ ഇത്രയും വൃത്തികേടായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ കെണിയിൽ ചെന്ന് ചാടാതെ ഒരു കാരണവശാലും ഈ ട്രസ്റ്റ് ചെന്ന് ഒപ്പിടരുത്. തന്നെയുമല്ല, നിങ്ങൾ ഏതായിരുന്നാലും നിങ്ങളുടെ അവകാശം വിറ്റ് കാശ് മേടിക്കുകയാണല്ലോ. കഴിഞ്ഞ പൊതുയോഗത്തില് 117 പേര് കാശ് മേടിച്ചു എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. ഒരു ഉദാഹരണം പറയാം. ചാർലി വന്നിട്ട് അടുത്തുള്ളവരോടൊക്കെ പറയാണ്, പാവപ്പെട്ടവരോട് പറയുകയാണ്, വളരെ പൊതുയോഗത്തിന് വന്നം കാശ് തരാം, ചാരായം മേടിച്ചു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഉദാഹരണം കേട്ടോ ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്യണം? ചാരായം നിങ്ങൾ മേടിച്ച് കുടിച്ചോടാവേ. കാശ് തരുമ്പോൾ എനിക്ക് ഒരു 5000 രൂപ തരാം തന്നെന്ന് പറയണം. 5000 രൂപ മുതൽ മുകളിലോട്ടുള്ള കാശ് ചോദിക്കണം. 10 ദിവസം കള്ളു കുടിക്കാനുള്ള കാശ് മേടിക്കുക. കോടിക്കണക്കിന് രൂപ അവിടെ കട്ടുകൊണ്ട് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് 10 ദിവസം കള്ളു കുടിക്കാനുള്ള കാശ് മേടിച്ചെടുക്കാൻ പാടില്ലേ?
ഈ 500 ഉലുവയ്ക്ക് എന്തിനാ നിങ്ങൾ കിടക്കണം? ഒരു ദിവസത്തെ പണിക്കൂലി എത്രയാ ഇപ്പോ? 1000 രൂപ കൊടുക്കാതെ ഒരൊറ്റ തൊഴിലാളിയെ പോലും ഇപ്പൊ ഇവിടെ കിട്ടില്ല. ഒരു കുഞ്ഞു തൊഴിലിന് പോലും ഒരു തൊഴിലാളി 1000 രൂപയ്ക്കേ കിട്ടുള്ളൂ. അത് താഴെ ഒന്നും ചോദിക്കണ്ട. പിന്നെ നിങ്ങൾ എന്തിനാണ് വന്ന് ഈ 500 രൂപയ്ക്ക് അവിടെ വന്നുവെച്ചാൽ ഗുണച്ചിഹ്നം ഇടാനും ചെരിച്ചിഹ്നം ഇടാനും വരുന്നത്? നിങ്ങൾ നിങ്ങളുടെ അവകാശം മേടിച്ചെടുക്കണമേ, ചുമ്മാ തമാശ എടുക്കാതെ. ഞാൻ ശുദ്ധ നല്ല ഭാഷയിലാ പറയണ. നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ അവകാശം നിങ്ങൾ മേടിച്ചെടുക്കണം. നിങ്ങളുടെ പണിക്കൂലി നിങ്ങൾ മേടിച്ചെടുക്കണം. അതെങ്കിലും നിങ്ങൾ ചെയ്യുക. 5 കോടി രൂപ കട്ടുകൊണ്ട് പോയവന് വേണ്ടിയിട്ട് നിങ്ങൾ കൈവക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഗുണചിഹ്നം ഇടാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ശരിച്ചിഹ്നം ഇടാൻ വരുമ്പോൾ ഒരു 5000 രൂപ മേടിക്കുന്നത് വലിയ കൂടുതലാണോ? 5 കോടി എന്ന് പറയണതാണോ 5000 രൂപ? ഒരു 5000 രൂപ വെച്ച് മേടിക്കടാവേ. എന്നാലും ഇത്രയല്ലേ വരുള്ളൂ. അവന് വലിയ മുടക്കില്ല, കട്ടുകൊണ്ട് പോയിരിക്കുക വലിയ തുക. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. പള്ളിയുടെ കാശ് മുഴുവൻ കട്ടുകൊണ്ട് പോയിരിക്കുകയാണ്. ഇടവക്കാരായി നിങ്ങളുടെയാണ് ഈ തുക കട്ടുകൊണ്ട് പോണത്. നിങ്ങളാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളല്ല, നമ്മളാണ് അതിന് സപ്പോർട്ട് ചെയ്യണത്. അതിന് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ അവന്റെ അവകാശം ഇങ്ങനെ മേടിച്ചെടുക്കുക. പള്ളിയുടെ സ്വത്തുക്കൾ അവിടെ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കടന്നോളൂലേ? അവിടെ ഒരു ജോലി ഉണ്ടായാൽ നമുക്കും കിട്ടൂലേ? ഇപ്പൊ ട്രസ്റ്റ് ലോബികൾ നമുക്ക് ജോലി തരുമോ? ജോലി കക്കൂസ് തേച്ച് കഴുകാൻ വന്നവനോട് എത്ര രൂപ മേടിച്ചത്? 13.5 ലക്ഷം രൂപ. കക്കൂസ് തേച്ച് കഴുകാൻ വന്നതാ. കരക്കാർ മലമൂത്ര വിസർജനം നടത്തിയത് തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് വന്ന വ്യക്തിയോട് മേടിച്ചത് എത്രയാ? 13.5 ലക്ഷം രൂപ അങ്ങ് മേടിച്ചു. ഇപ്പൊ ഞാൻ കേട്ടതാ, ഈ അടുത്ത ദിവസം കേട്ടാ ആള് എന്നോട് പറഞ്ഞ ആളുടെ പേരൊന്നും ഞാൻ പറയണില്ല കേട്ടോ. ഈ ബസേലിയസ് ആശുപത്രിയില് ഒരു നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു നേഴ്സ് പിന്നെ അവിടെ ഇതിന് വന്നിരിക്കുന്ന ഫ്രീ സർവീസിന് വന്നിരിക്കുന്ന 2000 രൂപയാണ് അതിന് കൊടുക്കുന്നത്. ഫ്രീ സർവീസ് ആണ്, ഒരു മാസം 2000 രൂപയാണ് കൊടുക്കണം. ആ 2000 രൂപ ഒരു കൈക്കാരൻ മേടിച്ചുകൊണ്ട് പോകും. അതിനൊന്നും കൊടുക്കൂല. അത് തുണി അലക്കാനുള്ള സോപ്പിനുള്ള കാശ് പോലും കൊടുക്കൂല. അതിലെല്ലാം തികയില്ലല്ലോ ഈ 2000. എനിക്ക് കേട്ടിട്ട് നാണായിട്ട് നോക്കില്ലായിരുന്നു ഒരാൾ വന്ന് എന്നോട് പറഞ്ഞപ്പോ. ഇതൊക്കെയാ കഥ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു പുരാവസ് ചേട്ടാ, ചേട്ടൻ ആളുടെ പേരും നാളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും, അതുകൊണ്ട് എന്റെ പേര് പറയരുത് കേട്ടോ എന്ന് അയാൾ പറഞ്ഞു. ഞാനിപ്പോ ആളുടെ പേരും പറയണില്ല, ആരുടെ പേരും പറയണില്ല. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ നിങ്ങൾ ഈ കളവിന് കൂട്ടു നിൽക്കാതെ ഇപ്പൊ ഇതിന്റെ അകത്ത് പോയി നിങ്ങൾ ഒപ്പിടാൻ പോകുമ്പോൾ നിങ്ങളും കള്ളന്മാരുടെ പാതയിലേക്കും നിങ്ങൾ മാറും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആരും ഇതിൻ്റെ അകത്ത് പങ്കെടുക്കരുത്. ഇനി ആരെങ്കിലും പങ്കെടുത്താൽ ഒപ്പിടാതെ തിരിച്ചു പോരണം. അതിൻ്റെ അകത്ത് അവർ ഒപ്പിടാൻ പറയും. ഒപ്പിടലൊക്കെ ഞാൻ പോകുമ്പോൾ ഒപ്പിട്ടോളാന്ന് പറഞ്ഞാൽ മതി. മുഴുവൻ കാര്യവും കേൾക്കട്ടെ എന്നിട്ട് വേണം ഒപ്പിടാൻ എന്ന് പറഞ്ഞാൽ മതിയെന്നേ. ഒപ്പിടണോ ഇടണ്ടയോ എന്ന് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. ഒപ്പിടണോ ഇടണ്ടയോ എന്നൊക്കെ തീരുമാനിക്കണേ ആരാ? അതിൻ്റെ അകത്ത് പോയി പങ്കെടുക്കുന്ന ആൾക്കാരല്ലേ. പിന്നെ നിങ്ങൾ എന്തിനാ ഒപ്പിടാൻ പോണത്? ചാടി നിങ്ങളുടെ ഒപ്പിന് തന്നെ ഒരു വിലയില്ലേ? അപ്പോ കോടിക്കണക്കിന് രൂപയാണ് അവിടുന്ന് കട്ടുകൊണ്ട് പോയിരിക്കുന്നത്. ആ കളവിന് നിങ്ങളും പങ്കാളിയായി തീരരുത്. കോടതിയിൽ കേസാണ് നടക്കുന്നത്, സെക്ഷൻ 92. ഈ കേസിന് പോയിരിക്കുന്ന ആളുകളിൽ നിങ്ങളുടെ പേരും കൂടെ ചൂണ്ടിക്കാട്ടിയ നിങ്ങൾ 2 ദിവസം കോടതി പോയി അവിടെ പോയി ഇരിക്കുമ്പോഴായിരിക്കും, കാലത്തെ മുതൽ വൈകുന്നേരം വരുമ്പോൾ ഇരിക്കുമ്പോഴായിരിക്കും അടുത്ത മാസം 14-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയണത്. അടുത്ത മാസം 14-ാം തീയതി നിങ്ങൾ പോകണ്ടേ? അന്ന് നിങ്ങൾ അവിടെ പോയി കൈകെട്ടി നിൽക്കണ്ടേ? ഇനി വേണമെങ്കിൽ വേണമെന്ന് പറ, വേണമെങ്കിൽ വേണ്ടാന്ന് പറ. അടുത്ത മാസം 14-ാം തീയതി നിങ്ങൾ വരുമ്പോ ആയിരിക്കും പറയണത് അടുത്ത മാസം 21-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴാ പറയണത്, അതുവരെ പറയില്ല. ഇതൊക്കെ കേൾക്കാനായിട്ട് പോണോ സഹോദരങ്ങളെ? നിങ്ങൾ എന്തിനാ പോണത്? പള്ളിയുടെ സ്വത്ത് അവിടെ കിടന്നോട്ടെ എന്നേ പറയുന്നേ. നിങ്ങൾ എല്ലാവരോടും കൂടി ഒന്നിച്ചു പറ, പള്ളിയുടെ സ്വത്ത് അവിടെ കിടന്നോട്ടെ. കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവകാശങ്ങൾ അതിന്റെ എല്ലാ പേപ്പറും കറണ്ടായിട്ട് എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയോ അങ്ങനെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ.
ഇപ്പൊ എന്നോട് ചോദിക്കും, കല്യാണം കഴിച്ച ഒരു പെണ്ണെ കന്യാപ്പെണ്ണിനെ തന്നു 3 കൊച്ചങ്ങളും ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതുപോലെ ഇങ്ങ് തരാൻ പറഞ്ഞാൽ തരുമോ ചേട്ടാ എന്ന് ചോദിച്ചോണ്ട് ചില ആ ചേട്ടന്മാര് വരും. എനിക്കതിന് മറുപടി പറയാനൊന്നുമില്ല. എനിക്കതിന് മറുപടി പറയാനൊന്നുമില്ല. കൊണ്ടുപോയോളം തിരിച്ചിങ്ങതല്ല. വേറെ എനിക്ക് ഒന്നും പറയാൻ അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എല്ലാവർക്കും മനസ്സിലായെന്നാണ് എനിക്ക് തോന്നണത്. അത് നിങ്ങൾ ചതിയിൽ ചെന്ന് ചാടരുത്. ഒപ്പിട്ട് കൊടുത്ത പേപ്പറുകളൊക്കെ നിങ്ങൾ തിരിച്ചു വാങ്ങണം. ഒരിക്കലും ട്രസ്റ്റ് പള്ളിക്ക് അനിവാര്യമല്ല. ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇടപാട് പ്രൈവറ്റ് ആണ്. പള്ളിയുടെ ജംഗമവസ്തുക്കൾ കൊണ്ടേക്കണൊക്കെ തിരിച്ചു കൊണ്ടുവരിക. ബാധ്യതയുണ്ടെങ്കിൽ തിരിച്ച് എല്ലാ ഇടപാടും അവസാനിപ്പിച്ച് തരിക. കുന്നത്തെ പരീക്കുട്ടിയുടെ സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയുടെ കാശ് മുടക്കി മേടിച്ചേക്കണത് തിരിച്ചും എഴുതി തരിക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ നിൽക്കുക, നിങ്ങളുടേതാക്കുക. പള്ളിയുടെ സ്വത്ത് നമ്മുടേതാണ്, അങ്ങനെ നിൽക്ക്. എന്നിട്ട് പറഞ്ഞുകൊണ്ട് കിടക്ക ട്രസ്റ്റ് ലോബികള് ഞങ്ങളൊക്കെ തോമസ് പോളിനെ വിളിച്ചു വരുത്തിക്കുവാന്ന്. മാറാച്ചേരിയിലെ MS എൽദോസിന്റെ സ്വന്തം അർത്ഥ സഹോദരനാണ് ഈ തോമസ് പോള് എന്ന് ഓരോ ഇടവക്കാരനും ചെവിയിൽ നുള്ളിക്കൊള്ളണം. അവർ രണ്ടുപേരും കൂടി നടത്തുന്ന പരിപാടി ഇത്. എൽദോസിനെ വിളിച്ചിട്ട് ചോദിക്കുക, നിങ്ങൾ എന്നാ സംഭവം എന്നാന്ന് ചോദിക്കുക. എന്തിനാ നിങ്ങൾ മടിക്കണത്? ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ എല്ലാവരും. സ്നേഹപൂർവ്വം നിർത്തുന്നു. കുര്യാക്കോസ് മണ്ണാവറമ്പിൽ. ഓക്കെ.